ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ പേസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 2021 എൽ ഡി ക്ലർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യുന്നത്. ഇംഗ്ലീഷിനും മലയാളത്തിനുമാണ് ചെയ്യുന്നത്. നമുക്ക് എല്ലാ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ. ഐ ബോട്ട് എ പെൻ ഡാഷ് പെൻ റൈറ്റ്സ് വെൽ. ഇതിപ്പം ഒരു പേനയെക്കുറിച്ചാണ് പറയുന്നത്. ആ പേനയെക്കുറിച്ച് തന്നെ വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ, അതിനെക്കുറിച്ച് തന്നെ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ യൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? ദായാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ദ പ്രിൻസിപ്പൽ എലോങ് വിത്ത് ഹിസ് സ്റ്റാഫ് ഡാഷ് ഗോയിങ് ഫോർ പിക്നിക്. എലോങ് വിത്ത്, ടുഗദർ വിത്ത്, അങ്ങനെയൊക്കെ ഉള്ളത് വരുമ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? രണ്ടാമത്തെ ആസ് വെൽ ആസ്, മോർ ദാൻ, ഇൻ അഡീഷൻ ടു, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, അക്കംപ്ലിഷ്ഡ് ബൈ, excluding, including, in the company of, rather than, like, unlike, together with, ഇതെല്ലാം വരുമ്പോൾ നമ്മൾ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ചിരിക്കും വെർബ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് ഇവിടെ ഈസ് വരും. ഒന്നുകൂടെ പറയാം. ആസ് വെൽ ആസ്, മോർ ദാൻ, ഇൻ അഡീഷൻ ടു, ആൻഡ് നോട്ട് ടു, ആസ് മച്ച് ആസ്, അക്കംപനൈഡ് ബൈ, വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, including, excluding, in the company of, rather than, like, unlike, together with, besides, except, but. ഇത്രയും വരുമ്പോൾ നമുക്ക് ആദ്യത്തിനനുസരിച്ചിട്ടായിരിക്കും വരുന്നത്. ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ചിട്ടാണ് വെർബ് വരുന്നത്. ഇവിടെ ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് ഈസ്. ഐ യൂഷ്വലി ഡ്രിങ്ക് ടീ ബട്ട് ടുഡേ ഐ ഡാഷ് കോഫി. ഇവിടെ ടുഡേ എന്നുള്ള വേർഡ് ഒരു കീവേഡാണ്. നൗ, ടുഡേ, റൈറ്റ് നൗ, അറ്റ് പ്രസൻറ്റ്, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ് വരുന്നത്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോൾ എന്ത് വരും? ഐന് ശേഷം എന്താ വരത്തുള്ളൂ? ആമേ വരത്തുള്ളൂ. ഐ ആം ഡ്രിങ്കിങ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. ദിസ് ഹൗസ് ഈസ് ഡാഷ് ദാൻ മൈ ഹൗസ്. ദിസ് ഹൗസ് ഈസ് കമ്പാരിറ്റീവ് ഡിഗ്രി ആണ്. ബിഗ്, ബിഗർ, ബിഗസ്റ്റ്. അപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രി ബിഗർ ആണ്, അതുകൊണ്ട് ബിഗർ ദാൻ. ഡോക്ടർ കലാം വാസ് ബോൺ ഡാഷ് 1931. ഡോക്ടർ കലാം വാസ് ബോൺ ഇന്നാണ് വരുന്നത്. ഒരു പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിച്ചുകൊണ്ട് ഇന്നാണ് വരുന്നത്. വൺ ഓഫ് ഹിസ് ഡാഷ് ഈ സ്റ്റഡിയിങ് ഇൻ മുംബൈ. വൺ ഓഫ്, ഈച്ച് ഓഫ്, നോട്ട് വൺ ഓഫ്, ഗ്രൂപ്പ് ഓഫ്, എവരി വൺ ഓഫ്, അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഓഫ് വെച്ചിട്ട് എൻഡ് ചെയ്യുന്നതിന് പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബാണ് വരുന്നത്. ഇവിടെ ഓഫ് വെച്ച് എൻഡ് ചെയ്യുന്ന കുറേയധികം സംഭവങ്ങളുണ്ട്. അതിന് പ്ലൂറൽ നൗണ് പ്ലസ് സിംഗുലർ വെർബാണ് വരുന്നത്. പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്ലൂറൽ നൗൺ ഏതാ? സൺസ്. സൺസ് എന്ന് പറയുമ്പോൾ ഏതാ? SONS, ഇതാണ് വരുന്നത്. ഹി റൺ ഡാഷ്. നമുക്ക് വെർബ്, ആഡ് വെർബ് വരുമ്പോൾ LYയിലാണ് എൻഡ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഫാസ്റ്റ് എന്ന് പറയുന്നതിന് ഫാസ്റ്റ്ലി എന്ന് എഴുതുന്നത് തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഹി റാൻ ഫാസ്റ്റ് എന്ന് തന്നെയാണ് ആഡ് വെർബായിട്ട് വരുന്നത്. ഫാസ്റ്റ്ലി തെറ്റാണ്. ദ മീനിങ് ഓഫ് ഹാർമണി ഈസ്, ഹാർമണി എന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ്രിമെൻ്റ് എന്നാണ് അർത്ഥം. മീനിങ് ഓഫ് ഹാർമണി ഈസ് എഗ്രിമെൻറ്റ്. ഹാർമണി ഈസ് എഗ്രിമെൻറ്റ്. സിനോണിം ഓഫ് സീസ്. സീസിൻ്റെ സെയിം മീനിങ് എന്താണ്? സിനോണിം എന്ന് വെച്ചാൽ സെയിം മീനിങ് ആണ്. സീസിൻ്റെ സെയിം മീനിങ് ക്യാച്ച് എന്നുള്ളതാണ്. സീസ് എന്ന് വെച്ചാൽ ക്യാച്ച്. സീസിൻ്റെ സെയിം മീനിങ് ഏതാണ്? ക്യാച്ച്. ദ ആൻറ്റണിം ഓഫ് സീസ്, CEASE. CEASE എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് എന്നാണ് അർത്ഥം. CEASE എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് വരുന്നത് സ്റ്റോപ്പാണ്. CEASEയുടെ മീനിങ് സ്റ്റോപ്പാണ്. അപ്പോൾ എന്താ? സ്റ്റോപ്പിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും വരുന്നത്? ബിഗിൻ. ആൻറ്റണിം ഓഫ് സീസ് ഈസ് ബിഗിൻ. നീതിയെ സംബന്ധിക്കുന്ന എന്നർത്ഥം വരുന്നത് നൈതികം. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം അവസാനിപ്പിക്കുക. ധനാശി പാടുക, അവസാനിപ്പിക്കുക. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. എനിക്ക് 10 തേങ്ങ വേണം. ഈ തേങ്ങകൾ എന്ന് വരത്തില്ല, എനിക്ക് 10 തേങ്ങ വേണം എന്നേ വരത്തുള്ളൂ. അതായത് സംഖ്യാശബ്ദം വിശേഷണമായിട്ട് വന്നാൽ ബഹുവചനം ആവശ്യമില്ല. സംഖ്യാശബ്ദം വിശേഷണമായിട്ട് വന്നു കഴിഞ്ഞാൽ ബഹുവചനം ആവശ്യമില്ല. ഇവിടെ 10 എന്നുള്ളത് സംഖ്യാശബ്ദമാണ്, അത് വിശേഷണമായിട്ട് വന്നുകൊണ്ട് തേങ്ങ എന്ന് മതി. ഉന്നമ്രം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ്?
ഉത് പ്ലസ് നമ്രമാണ് ഉന്നമ്രം. ഉത് പ്ലസ് നമ്രം ഉന്നമ്രം. ഓപ്ഷൻ സി. താഴെ തന്നിരിക്കുന്നതിൽ ആമയുടെ പര്യായ പദമായി വരുന്ന പദം. ആമ, കച്ചപം. കച്ചപം, കൂർമ്മം, പഞ്ചകൂടം. ആമ, കച്ചപം, കൂർമ്മം, പഞ്ചകൂടം. കച്ചപം, കൂർമ്മം, പഞ്ചകൂടം. കച്ചമം,